ഓൺലൈൻ മീഡിയകൾക്ക് ഇപ്പോൾ റീച്ച് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നസ്രിയ നസീമിൻ്റെ ഒരു ഫോട്ടോയോ ഒരു ഇൻ്റർവ്യൂയുടെ ക്ലിപ്പോ കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ മതി. അതിന് താഴെ കമൻറ്റുകളുടെ ചാകരയാണ്. അങ്ങനെ കമൻറ്റുകൾ കൂടി ആ പോസ്റ്റിനും ആ പേജിനും നല്ല റീച്ച് കിട്ടും. ഈ കമൻറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഹെയ്റ്റ് കമൻറ്റാണ്. ദേഷ്യവും വെറുപ്പും അധിക്ഷേപിക്കുന്നതും കളിയാക്കുന്നതുമായിട്ടുള്ള കമൻറ്റുകളാണ് അത് മുഴുവൻ. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് നസ്രിയയോട് ഇത്രയ്ക്ക് ദേഷ്യം? ഞാനൊന്ന് പറഞ്ഞോട്ടെ. സോഷ്യൽ മീഡിയയിൽ ഒരു സെലിബ്രിറ്റിയുടെ പോസ്റ്റുകൾക്ക് താഴെ പോയി കുറേ അധിക്ഷേപ കമൻറ്റുകൾ ഇടുന്ന ഹെയ്റ്റ് കമൻറ്റുകൾ ഇടുന്ന കലാപരിപാടിക്ക് മലയാളികൾ പറയുന്നത് പൊങ്കാല ഇടുക എന്നുള്ളതാണ്. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ മുമ്പൊക്കെ ഇങ്ങനെ പൊങ്കാല ഇട്ടിരുന്നത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷമാണ്. ഈ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെലിബ്രിറ്റി എന്തെങ്കിലും ഒരു പരാമർശം നടത്തുന്നു, അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ ഒരു ഗ്രൂപ്പിനെതിരെ ആ ഒരു പരാമർശം നടത്തുമ്പോഴാണ് സാധാരണ ഇങ്ങനെ പൊങ്കാല ഇടാറ്. ഇല്ലെങ്കിൽ ഈ സെലിബ്രിറ്റി പറഞ്ഞത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വരികയാണെങ്കിലും ഇങ്ങനെ പൊങ്കാല ഉണ്ടാവാറുണ്ട്. ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു മതവിഭാഗമാകാം. ഈ പരാമർശം ഒരു മതത്തിനെതിരെ വരുമ്പോൾ ഇത്തരത്തിൽ ആ മതവിശ്വാസികൾ പോയിട്ട് പൊങ്കാല ഇടാറുണ്ട്. ഇനി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആകാം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവികൾ പോയിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവികൾ പോയിട്ട് ഇത്തരത്തിൽ പൊങ്കാല ഇടാറുണ്ട്. ഇല്ലെങ്കിൽ ഒരു വലിയ സ്റ്റാറിനെതിരെ മറ്റൊരു വലിയ സെലിബ്രിറ്റിക്കെതിരെയാണ് ഈ പരാമർശമെങ്കിൽ ആ ഒരു സെലിബ്രിറ്റിയുടെ ഫാൻസ് ഈ ഒരു സെലിബ്രിറ്റിയുടെ പേജിൽ പോയിട്ട് ഇതേപോലെ പൊങ്കാല ഇടാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടില്ല. നസ്രിയ ഇത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ വേറൊരു സെലിബ്രിറ്റിക്കെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും ഇവിടെ നടത്തിയിട്ടില്ല. പക്ഷേ എന്നിട്ടും നസ്രിയക്കെതിരെ ഭയങ്കരമായ ഒരു ദേഷ്യം, ഒരു ഇഷ്ടക്കേടും ഒരു വെറുപ്പുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ കമൻറ്റിലൂടെ പങ്കുവയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഒന്നാമത്തെ കാരണം സോഷ്യൽ മീഡിയയുടെ എക്കോ ചേംബർ എന്ന് പറയുന്നൊരു എഫക്റ്റാണ്. സോഷ്യൽ മീഡിയ ആൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. അതാണ് ഈ ഒരു ആൽഗോരിതത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആൽഗോരിതം എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആദ്യം കുറേ കണ്ടൻറ്റുകൾ തരും. ഇതിൽ ചില കണ്ടൻറ്റിന് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യും, നിങ്ങൾ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. ചില കണ്ടൻറ്റുകൾ നിങ്ങൾ കാണില്ല, നിങ്ങൾ മൈൻഡ് ചെയ്യില്ല. സോ നിങ്ങൾ ലൈക്കോ കമൻറ്റോ ചെയ്ത കണ്ടൻറ്റുകളാണ് നിങ്ങൾക്കിഷ്ടം എന്ന് ഈ ഒരു അൽഗോരിതം മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോകളും പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാണിച്ചു തരുന്നു. സോ ഈ കണ്ടൻറ്റ് കാണുമ്പോൾ നിങ്ങൾ വീണ്ടും ഇൻട്രാക്ട് ചെയ്യുന്നു. ഇത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് കാണിച്ചു തരണം എന്ന് ഈ സോഷ്യൽ മീഡിയ തീരുമാനിക്കുന്നത്. എക്കോ ചേംബർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ചേംബർ, ഒരു മുറിക്കകത്തിരുന്ന് നിങ്ങൾ ഉറക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇതിന് എക്കോ ഉണ്ടാവും, പ്രതിധ്വനികളുണ്ടാവും. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിന് പ്രതിധ്വനികൾ ഉണ്ടാവും തോറും നിങ്ങളിത് വീണ്ടും കേൾക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരേ കാര്യം വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിനെ ഉറച്ച് വിശ്വസിക്കും. അതേപോലെ പണ്ട് ചെറുതായിട്ട് നിങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ ഒരു എക്കോയിലൂടെ പല ആവർത്തി കേൾക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ആംപ്ലിഫൈഡ് ആവുന്നു. ആ വിശ്വാസം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടും മാറുന്നു. ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാൾക്കും സംഭവിക്കുന്നത്. അയാൾ നസ്രിയയുടെ ഒരു വീഡിയോ കാണുന്നു, അയാൾക്ക് അതിൽ എന്തോ കാര്യം ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അയാൾ ഇതിൽ ഒരു കമൻറ്റ് ഇടുന്നു. ചിലപ്പോൾ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ കമൻറ്റ് ഇടുന്നു. പിന്നീട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇയാൾ വീണ്ടും കാണുന്നു. ഈ കാണുന്ന വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ അയാൾ പരിശോധിക്കുമ്പോൾ ഇതിലൊക്കെ ആളുകൾ ഇത് തന്നെയാണ് പറയുന്നത്. സോ ഇയാൾക്ക് ആദ്യം തോന്നിയ ആ ഒരു വികാരം ഇപ്പോൾ കുറച്ചുകൂടെ ആംപ്ലിഫൈഡ് ആയി, കൂടുതൽ ആൾക്കാർ ഇത് തന്നെ പറയുന്നു. സോ ഇത് ഇയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അയാൾ അത് ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ നസ്രിയ ചെയ്യുന്നതിൽ എന്തോ ഒരു കാര്യം അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് തെറ്റാണെന്ന് ഇയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. സോ അടുത്ത അയാൾ ഇടുന്ന കമൻറ്റ് കുറച്ചുകൂടി ഹർട്ട്ഫുൾ ആയിരിക്കും, കുറച്ചുകൂടെ ഭീകരമായിരിക്കും, കുറച്ചുകൂടെ വേദനിപ്പിക്കുന്ന തരത്തിൽ കുറച്ചുകൂടെ മാന്യത കുറഞ്ഞ ഒരു കമൻ്റ് ആയിരിക്കും അയാൾ ഇടുന്നത്. വീണ്ടും ഇയാൾ കണ്ടൻറ്റുകൾ ഇതുപോലെ കൺസ്യൂം ചെയ്യുന്നു. അതിനനുസരിച്ച് ഇയാളുടെ റിയാക്ഷൻ്റെ ഭീകരതയും തീവ്രതയും കൂടുന്നു. സോ ഇങ്ങനെയുള്ള ഹെയ്റ്റ് കമൻറ്റുകൾ ഇതിനടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സോ ഈ ഒരു എക്കോ ചേംബർ എഫക്റ്റ് കൊണ്ടാണ് ഇവിടെ ഇത്രയും ഹെയ്റ്റ് കമൻറ്റുകൾ കൂടുന്നതും ഈ ഹെയ്റ്റ് കമൻറ്റുകളുടെ തീവ്രത കൂടിക്കൊണ്ടുവരുന്നതും. അടുത്ത റീസൺ സോഷ്യൽ മീഡിയ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. നിങ്ങൾ റോഡിലിറങ്ങി കഴിഞ്ഞാൽ നസ്രിയ പോകുന്ന വഴിയിലൊക്കെ ആൾക്കാർ കൂടി നിന്ന് കൂവുകയോ കരിങ്കൂടി കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല. സോ സോഷ്യൽ മീഡിയ കാണുന്ന അത്രയ്ക്കുള്ളൊരു ഹെയ്റ്റ് പൊതുസമൂഹത്തിൽ നസ്രിയ എന്ന് പറയുന്ന വ്യക്തിയോടില്ല. പക്ഷേ സോഷ്യൽ മീഡിയക്കകത്ത് എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ്. അതിന് കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മൾ ആ വ്യക്തിയോട് നേരിട്ട് ദേഷ്യം കാണിച്ചാൽ ചിലപ്പോൾ വരുന്ന റിയാക്ഷൻ സോഷ്യൽ മീഡിയയിൽ കിട്ടില്ല. ആ വ്യക്തി ഈ കമൻറ്റൊക്കെ വായിച്ചിട്ട് നേരിട്ട് ഓരോരുത്തർ വീട്ടിൽ പോയിട്ട് റിയാക്ട് ചെയ്യണമെന്നും പോകുന്നില്ല. സോ ഈ സോഷ്യൽ മീഡിയ നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ പല കമൻറ്റുകളും നിങ്ങൾ നോക്കിയാൽ അറിയാം ഫേക്ക് ഐഡികളിൽ നിന്നാണ്. സോ ഫേക്ക് ഐഡീസ് ഉപയോഗിക്കുമ്പോൾ വീണ്ടും പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ ആരാണെന്നും പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹെയ്റ്റ് കമൻറ്റ് പറയാൻ പറ്റുന്നു. ഈ സോഷ്യൽ മീഡിയ കൊടുക്കുന്ന ഈ പ്രൊട്ടക്ഷൻ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്നത്. സോ നമ്മൾ ആദ്യം പറഞ്ഞു ഈ എക്കോ ചേംബർ കാരണം കമൻറ്റിൻ്റെ തീവ്രത കൂടുന്നു.
പിന്നെ ഈ പ്രൊട്ടക്ഷൻ കൊണ്ട് ഇയാൾക്ക് കമൻ്റ് ഇടാനുള്ള ധൈര്യം വരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ റൂട്ട് കോഴ്സിലേക്ക് എത്തിയിട്ടില്ല. റൂട്ട് കോസുകൾ പ്രധാനമായിട്ടും 3 എണ്ണമാണ്. ഒന്നാമത്തേത് അറ്റൻഷൻ സീക്കിങ് അല്ലെങ്കിൽ മൂവിങ് വിത്ത് ദ ക്രൗഡ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അറ്റൻഷൻ എന്ന് പറയുന്നത്, ഒരു ശ്രദ്ധ കിട്ടുന്നത്, പരിഗണന കിട്ടുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അയാൾക്ക് ചിലപ്പോൾ നിത്യജീവിതത്തിൽ ഒരു വ്യക്തിക്ക് അത് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഗുണം നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ എക്സ്പോസ്ഡ് ആണ്. സോ അവിടെ ഈ ഒരു പരിഗണനയും ശ്രദ്ധയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ശ്രദ്ധ എങ്ങനെ കിട്ടും? ഒന്ന്, എല്ലാവരും നല്ലത് പറയുമ്പോൾ ഒരാൾ മാത്രം ഹെയ്റ്റ്ഫുള്ളായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ശ്രദ്ധ കിട്ടും. ഇത് വേറൊരു തോട്ടാണല്ലോ. അപ്പോൾ വ്യത്യസ്തനാവാൻ ശ്രമിക്കുന്നിടത്താണ് ഇനീഷ്യലി ഒരു ഹെയ്റ്റ് കമൻറ്റ് വരുന്നത്. ഞാൻ മാത്രം വ്യത്യസ്തനാണ്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു, ഇയാൾ കാണിക്കുന്ന ഈ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നിടത്ത് ഇയാൾ വ്യത്യസ്തനാവുകയും അതിന് അയാൾക്ക് കുറച്ച് ശ്രദ്ധ കിട്ടുകയും ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹെയ്റ്റ് കമൻറ്റുകൾ വരാം. രണ്ടാമത്തേത് മൂവിങ് വിത്ത് ദ ക്രൗഡാണ്. ഈ വീഡിയോ കാണുമ്പോൾ ന്യൂട്രലായ ഒരാൾ, അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, പക്ഷേ മൊത്തം ഹെയ്റ്റ് കമൻറ്റുകളുടെ കൂട്ടത്തിൽ ഞാനും ഇത്തരത്തിലൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കും കുറച്ച് ലൈക്കും റെസ്പോൺസും കിട്ടും. സോ ഈ ക്രൗഡിനൊപ്പം നീങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റിനും ഈ ഒരു അറ്റൻഷൻ കിട്ടും എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോഴും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടും. സോ ഒരു അറ്റൻഷൻ കിട്ടാൻ, ഒരു പരിഗണന കിട്ടാൻ വേണ്ടി ഒന്നുകിൽ വ്യത്യസ്തനായിക്കൊണ്ട് അല്ലെങ്കിൽ ക്രൗഡിനൊപ്പം നീങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട്. അടുത്ത കാരണം അസൂയയാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ആൾക്കാർക്കൊക്കെ ഇയാളോട് അസൂയ? ഇയാൾ ആരെ ലൈഫിൽ ഇത്രയും വലിയൊരു ആളായതാണോ? ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരൊക്കെ ലൈഫിൽ അത്രയും പത്തറ്റിക്കായിട്ട് ജീവിക്കുന്നവരൊന്നുമല്ല, എന്നിട്ടും അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെയാണ് അവർ കമൻറ്റ് ചെയ്യുന്നതെന്ന് പറയും. സോ നമുക്ക് ഈ കമൻറ്റുകളിൽ എന്താണ് ഇവർ പറയുന്നത് നോക്കാം. ഒന്നാമത്തേത്, ഇവരുടെ സംസാര രീതി ശരിയല്ല, ഇവർ ക്യൂട്ട്നെസ് വാരി വിതറുകയാണ് ചെയ്യുന്നതെന്നാണ് ഒന്നാമത്തെ കമൻറ്റ്. രണ്ടാമത്തെ, ഇവരെ ചിരി, ഇവരിങ്ങനെ ഇരുന്ന് ചിരിക്കുമ്പോൾ കാണുമ്പോൾ അലോസരം ഉണ്ടാകുന്നു, ഇതൊരു പ്രോപ്പർ ഇതല്ല എന്നുള്ള രീതിയിൽ. മൂന്നാമത്തേത് വസ്ത്രധാരണത്തിനാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി, നിങ്ങൾ ഈ കമൻ്റ് ഇടുന്ന വ്യക്തി ആയിക്കോട്ടെ, നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരാളായിക്കോട്ടെ, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ ചില കാര്യങ്ങളുണ്ടാവില്ലേ, അയാൾക്ക് ഒരു സംസാര രീതി ഉണ്ടാവും, അയാൾ ചിരിക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കും, അയാൾ ഇടുന്ന വസ്ത്രങ്ങളുണ്ടായിരിക്കും. സോ ഇതെല്ലാം ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയാണ്, അയാളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലാതെ അയാൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. പിന്നെ ഈ നസ്രിയ എന്ന് പറയുന്ന ആക്ട്രസ് പണ്ടും ഇവിടെ ഉണ്ടായിരുന്നു, ആൾ മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഇപ്പോഴും ആൾ ഇങ്ങനെ തന്നെയാണ്. സോ അപ്പോൾ വരുന്ന ചില കമൻറ്റാണ് തള്ള എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ചില കമൻറ്റ്സ്, പ്രായം കൂടിയിട്ടും ഇങ്ങനെ തന്നെ സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്ന ചില കമൻറ്റ്സ്. അവരിപ്പോൾ ഏകദേശം 30 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാളാണ്. സോ മലയാളി അല്ലെങ്കിൽ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾ തീരുമാനിക്കുകയാണ്, 30 വയസ്സുള്ള ഒരാൾ ഇനി ഇങ്ങനെ ചിരിക്കാൻ പാടില്ല, ഇനി ഇങ്ങനെ വർത്തമാനം പറയാൻ പാടില്ല, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല. നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, എത്ര ബാലിഷമായ ഒരു തോട്ടാണ്. ഇങ്ങനെയൊക്കെയാണോ ഒരു വ്യക്തി എന്ത് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എന്തൊരു വസ്ത്രം ധരിക്കണം എന്നൊക്കെ ഒരാളങ്ങ് തീരുമാനിക്കുകയാണ്, മറ്റൊരാളെങ്ങനെ പെരുമാറണമെന്ന്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. സോ അത് ഒരു ബേസ് ഇല്ലാത്ത, ഒരു റീസൺ ഇല്ലാത്ത കമൻറ്റുകളാണ് ഇത് മുഴുവൻ. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, മുമ്പും ഇതേപോലെ തന്നെ സംസാരിച്ചിരുന്ന, ഇങ്ങനെ തന്നെ ചിരിച്ചിരുന്ന, ഇങ്ങനെ തന്നെ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ഒരാളെക്കുറിച്ചാണ് ഇപ്പോഴും ഈ കമൻറ്റുകൾ വരുന്നത്. പിന്നെ ഇവിടെ എൻവി അല്ലെങ്കിൽ ഈ ഒരു അസൂയ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആസ് എൻ ആക്ട്രസ് നസ്രിയ എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. അവസാനം ഇറങ്ങിയ അൺടേ സുന്ദരാനിക്ക് എന്ന തെലുങ്ക് സിനിമയാണെങ്കിലും ഇപ്പോൾ റിലീസായിട്ടുള്ള സൂക്ഷ്മദർശിനി ആണെങ്കിലും നല്ല അഭിപ്രായം കിട്ടിയ സിനിമയാണ്. ഇതിലൊക്കെ ഇവരെ പെർഫോമൻസിന് നല്ല അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആസ് എ പ്രൊഡ്യൂസർ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളിലൊന്നിൻ്റെ പ്രൊഡ്യൂസറാണ് നസ്രിയ. പിന്നെ ആസ് എ പേഴ്സൺ, നമുക്ക് അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അറിയില്ല, പക്ഷേ നമ്മൾ കാണുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ അറ്റ്ലീസ്റ്റ് അവർ ഹാപ്പിയാണ്. സോ ഒരാൾ നോക്കുമ്പോൾ അയാൾ കാണുന്നത് ഹൈലി സക്സസ്ഫുള്ളായ ഒരു വ്യക്തി, അയാളുടെ കരിയറിൽ സക്സസ്ഫുള്ളാണ്, വളരെ ഹാപ്പിയാണ് ആസ് എ പേഴ്സൺ. അയാളുടെ ഇഷ്ടത്തിന് സംസാരിക്കുന്നു, ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കുന്നു, ഇഷ്ടത്തിന് തോന്നിയ പോലെ മനസ്സ് തുറന്ന് ചിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് അസൂയ വരും. സെലിബ്രിറ്റീസിനോടും അതേപോലെ സക്സസ്ഫുള്ളായ ആൾക്കാരോടുമുള്ള ഒരു ദേഷ്യം, അതേപോലെ ഒരു അസൂയ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ ഉള്ളത് തന്നെയാണ്. പീപ്പിൾ ആർ നോട്ട് സോ ഹാപ്പി അബൌട്ട് ദെയർ സക്സസ്. സെലിബ്രിറ്റീസ് തന്നെ വേണമെന്നില്ല, നമ്മുടെ ചുറ്റും തന്നെ നമുക്കറിയാം, നമ്മൾ നന്നായി കഴിഞ്ഞാൽ വിഷമമുള്ള ആൾക്കാരുണ്ട്. അതേപോലെ നമുക്കും പലപ്പോഴും പലരോടും അസൂയ തോന്നാറുണ്ട്. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ഒപ്പം പഠിച്ച് നമ്മുടെ ജോലി ചെയ്ത് പക്ഷേ നമ്മളെക്കാളും കൂടുതൽ അച്ചീവ് ചെയ്യുന്ന ആൾക്കാർ, പുറമെ നമ്മൾ അവരുടെ അടുത്ത് നിൻ്റെ അച്ചീവ്മെൻറ്റിൽ ഞാൻ സന്തുഷ്ടനാണ് എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയ തോന്നാറുണ്ട്, പല പോയിന്റിലും തോന്നാറുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സക്സസ്ഫുള്ളായ ഹാപ്പിയായ ഒരാൾ അത് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് പെരുമാറുമ്പോൾ അത് കണ്ടിരിക്കാൻ പറ്റാത്തതിൻ്റെ പുറത്താണ് ഇത്തരം കമൻറ്റുകൾ വരുന്നത്. പക്ഷേ ഇങ്ങനെ അസൂയ വരുമ്പോൾ നമുക്കൊരു വ്യക്തിക്കെതിരെ എങ്ങനെ ഇത്രയും ഹെയ്റ്റ്ഫുള്ളായിട്ട് ഇത്രയും വെറുപ്പോടുകൂടി കമൻറ്റ് ചെയ്യാൻ പറ്റുന്നു? അത് സമൂഹം എന്ന രീതിയിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു അധപതനമാണ്. നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാം, നമ്മൾ പലപ്പോഴും നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവർ, നമുക്കറിയാവുന്ന ആൾക്കാർ, അയൽക്കാർ, ബന്ധുക്കൾ, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ചില സമയത്ത് പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ ചോദിക്കാറില്ല, ഇവർക്ക് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നു, എനിക്കെങ്ങനെ ഫീൽ ചെയ്യും
എന്ന് ചിന്തിക്കാതെ എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നു. ഇത് നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഒരു സമൂഹം എന്ന നിലയിൽ ഇവിടെ എമ്പതി, സഹാനുഭൂതി എന്ന് പറയുന്നത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾക്ക് ഞാനായിരുന്നു അയാളുടെ സ്ഥാനത്തെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യും എന്ന് ചിന്തിച്ച് പെരുമാറുക എന്നുള്ളത് തന്നെയാണ് സഹാനുഭൂതിയോടെ പെരുമാറുക എന്ന് പറയുന്നത്, ഈ എമ്പതി എന്ന് പറയുന്നത്. ഈ എമ്പതി ഇപ്പോൾ നല്ല രീതിയിൽ കുറവ് തന്നെയാണ്. മറ്റൊരാൾ എങ്ങനെ വിചാരിക്കും, അല്ലെങ്കിൽ ഞാനാണ് അവിടെയെങ്കിൽ, ഇപ്പോൾ ഇവിടെ നസ്രിയയുടെ കാര്യം പറയുകയാണെങ്കിൽ നസ്രിയ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ സ്ഥാനത്ത് അയാളായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം കേൾക്കുമ്പോൾ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു ഹെയ്റ്റ് കമൻറ്റ് അവിടെ പോസ്റ്റ് ചെയ്യാൻ തോന്നില്ല. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പല സിറ്റുവേഷനുകളിലും ഇതുപോലെ എമ്പതി ഇല്ലാത്ത ആൾക്കാരെ ഫേസ് ചെയ്യുന്നുണ്ട്. സോ അത് തന്നെയാണ്, ഇവരൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. സോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രൊട്ടക്ഷൻ കൂടെ ആകുമ്പോൾ ഈ എമ്പതി ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വെറുപ്പും അസൂയയും എല്ലാം കമൻറ്റുകളുടെ രൂപത്തിൽ ആളുകൾ പോസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. അടുത്ത ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ഒരുപാട് സ്റ്റഡീസ് ഇപ്പോൾ വരുന്നുണ്ട്. ജോലി ചെയ്യുന്നവരുള്ള ആങ്സൈറ്റി കൂടുന്നു, ഇവർ ഒട്ടും സന്തുഷ്ടരല്ല, അൺഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. റിലേഷൻഷിപ്സിൽ ഉള്ള പ്രശ്നങ്ങൾ, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ ജോലിയിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട്, പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. റിലേഷൻഷിപ്പ്, അവരൊട്ടും ഹാപ്പി അല്ലാത്ത റിലേഷൻഷിപ്പിലാണ് അവരിയ്ക്കുന്നത്, പക്ഷേ അത് പലതും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ടോട്ടൽ അവരുടെ ലൈഫിൽ അവരെത്തണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്ത് അവർക്ക് ഈ ഒരു പ്രായം കൊണ്ടും ഇത്രയും അധ്വാനിച്ചിട്ട് എത്താൻ പറ്റുന്നില്ല, അതിൻ്റെ ഫ്രസ്ട്രേഷൻ. പിന്നെ പല സമയത്ത് ലൈഫിൽ കടന്നു വരുന്ന ആങ്സൈറ്റീസ്, ഡിപ്രഷൻ്റെ ഒരു വക്കിലെത്തി നിൽക്കുന്ന ഒരു അവസ്ഥ, പിന്നെ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ. ഇങ്ങനെ ഇത്തരത്തിലുള്ള പല മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കാരണം എല്ലാവർക്കും വന്നിട്ടുണ്ട്. സോ ഈ ഒരു ആങ്സൈറ്റിയും ഈ ഒരു സ്ട്രെസ്സും ഈ ഒരു ഫ്രസ്ട്രേഷനും ഒക്കെ വെൻ്റ് ഔട്ട് ചെയ്യുന്നത് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ്. സോ ഈ ഹെയ്റ്റ് മുഴുവൻ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയോടല്ല. ഇപ്പം എല്ലാവരും ഈ ഒരു വ്യക്തിക്കെതിരെ പറയുമ്പോൾ കൂട്ടത്തിൽ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അക്സെപ്റ്റൻസും സോഷ്യൽ മീഡിയ കൊടുക്കുന്ന പ്രൊട്ടക്ഷനും കൊണ്ട് എല്ലാ ഹെയ്റ്റും കൂടെ ഈ ഒരു വ്യക്തിക്ക് നേരെ തിരിച്ചു വിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവരൊക്കെ നേരിട്ട് ഈ നസ്രിയെ കാണുമ്പോൾ ഇവർക്ക് ഇത്രയും ദേഷ്യമൊന്നും ഉണ്ടാവണമെന്നില്ല, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അവർ പോയി സംസാരിക്കുന്നത്. പക്ഷേ പല സ്ഥലത്തു നിന്നും ഇവർക്ക് വരുന്ന ഈ ഒരു ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും ഇവർക്ക് വെൻ്റ് ഔട്ട് ചെയ്യാൻ വേറെ വഴികളില്ല. പക്ഷേ ഇങ്ങനെയുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് പലരും തിരിച്ചറിയുന്ന പോലുമില്ല. തിരിച്ചറിഞ്ഞാലും മെഡിക്കൽ ഹെൽപ്പ് എടുക്കുന്നത് എന്തോ ഒരു മോശമാണ്, ഇത് നാട്ടുകാർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കുന്നത് കരുതി ഇതൊക്കെ അടക്കി വെച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. സോ ഇതുകൊണ്ട് തന്നെ ഇവരിത് പുറത്തു വിടുന്നത്, ഇവരുടെ കയ്യിൽ ഫോണുണ്ട്, ഇവർക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, സോ എനിക്ക് ആരെയും എന്തും പറയാം. സോഷ്യൽ മീഡിയ നൽകുന്ന ഒരു പ്രൊട്ടക്ഷനും പിന്നെ നല്ല പ്രോത്സാഹനമല്ലേ. ഇതുപോലുള്ള ഗ്രൂപ്പിൽ പോയി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ സപ്പോർട്ടും ചെയ്ത് കൊടുക്കും. സോ എല്ലാം കൂടെ ആയപ്പോൾ ഇത്തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾ കൂടുന്നു. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തി ഇത്രയും ഹെയ്റ്റ് അർഹിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സോ നിങ്ങൾ ഇത്തരത്തിലൊരു ഹെയ്റ്റ് കമൻറ്റ് ഇടാൻ തോന്നുന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് ചിന്തിക്കുക ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. പക്ഷേ ആ ഒരു വ്യക്തി ഇതെല്ലാം കണ്ടിട്ട് സ്വയം മാറാനോ അതോർത്ത് ഡിപ്രഷൻ അടിച്ചിരിക്കാനോ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ കരിയറുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇയാൾ അടുത്ത നല്ലൊരു സിനിമയും കൊണ്ട് വരുമ്പോൾ ഇതേ ആൾക്കാർ തന്നെ അവിടെ പോയിരുന്ന് കൈയടിക്കുന്നു, ടിക്കറ്റ് എടുത്ത് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സോ ഇതാണ് ഈ ഒരു വിഷയത്തിലുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.